പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് നിന്ന് കസ്റ്റഡി ചെയ്യുന്ന നിർണായക ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. കയ്യിൽ പിടിക്കും സാർ വരും. ഡ്രസ് എന്തെങ്കിലും എടുക്കേണ്ടി പിടിക്കും കയ്യിൽ പിടിക്കും സാർ വരും. ഡ്രസ് എന്തെങ്കിലും എടുക്കേണ്ടി പിടിക്കും കയ്യിൽ പിടിക്കും സാർ വരും. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പത്തനംതിട്ട കേസിൽ അറസ്റ്റ് ചെയ്യുകയാണെന്ന് വ്യക്തമാക്കുന്നു. പിന്നാലെ ഡ്രസ്സ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുത്തോളാൻ പറയുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? നിർണായകമായ ദൃശ്യം തന്നെയാണ്. ഇന്നലെ രാത്രി 12:15 അന്വേഷണ സംഘം ഈ KPM ഹോട്ടലിൽ എത്തുന്നത്. 2002 നമ്പർ മുറിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്നത്. ആ റൂമിന്റെ വാതിലിൽ ഷൊർണൂർ DYSP N മുരളീധരൻ മുട്ടുന്നു. തുടർന്ന് ഏതാനും സെക്കൻഡുകൾക്കകം തന്നെ ആ മുറിയുടെ വാതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കാര്യങ്ങൾ പറയുന്നു. ഷൊർണൂർ DYSP N മുരളീധരൻ വിവരങ്ങൾ പറയുന്നുണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഏത് കേസ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. തുടർന്ന് അതിന്റെ വിശദാംശങ്ങളും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് പോലീസുകാർ ആ റൂമിന് അകത്തേക്ക് പോയി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവർ വേഗത്തിൽ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോണുകൾ കസ്റ്റഡി എടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കാതെ ആ ഫോണുകൾ ആ പോലീസുകാർ ഉടൻ തന്നെ കയ്യിലെടുക്കുന്നു. അവ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. തുടർന്നാണ് നേരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് പോലീസിന്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ 12:30 പുറത്തേക്ക് എത്തിയിട്ടുള്ളത്. റിസപ്ഷൻ വഴി പുറത്തു പോകുന്ന ദൃശ്യങ്ങൾ രാവിലെ മുതൽ തന്നെ വന്നതാണ്. എന്തായാലും ആ ഒരു നിർണായക ദൃശ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസുകാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങൾ എന്ന് തന്നെ കരുതുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വളരെ വേഗത്തിൽ ആ റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നതായാണ്. അതിനകത്ത് അവർ കൂടുതൽ നേരം സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. എന്തായാലും മറ്റു തർക്കങ്ങളോ ഇല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നത്, പോലീസ് പറയുന്നു പത്തനംതിട്ടയിലെ ഒരു കേസിൽ അറസ്റ്റിനുണ്ട്. അപ്പോൾ ഏത് കേസെന്ന് ചോദിക്കുന്നു രാഹുൽ. ഒരുപാട് കേസുകളുണ്ടല്ലോ, അപ്പോൾ ഏത് കേസെന്ന് ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ കേസിനെ കുറിച്ച് പറയാം എന്ന് പറഞ്ഞാണ് പോലീസ് ഉദ്യോഗസ്ഥനകത്തേക്ക് പോകുന്നത്. എനിക്കൊന്ന് ഷൊർണൂർ CI അകത്തേക്ക് പോകുന്നത്. അപ്പോൾ കൃത്യമായി രാഹുലിനോട് ഈ വിഷയങ്ങൾ, ഏത് കേസാണ്, എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ധരിപ്പിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണല്ലോ അല്ലെ? പോലീസുമായി കൂടുതൽ വാക്തർക്കത്തിനൊന്നും ആ ദൃശ്യങ്ങളിൽ നമുക്ക് ലഭ്യമല്ല. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏർപ്പെടുന്നതായും കാണുന്നില്ല. ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ റൂമിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. ഒപ്പം തന്നെ പോലീസുകാർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഫോണിൽ ആശയവിനിമയത്തിന് അനുവദിക്കാതെ തന്നെയായിരുന്നു പോലീസിന്റെ എല്ലാ നടപടികളും. അത് പോലീസ് ഇന്നലെ അവിടെ എത്തിയത് മുതൽ തന്നെ ഏറെ ശ്രദ്ധിച്ചിരുന്നതാണ്. അവർ റിസപ്ഷനിലെത്തി. ആ റിസപ്ഷനിലെത്തി ആദ്യം
ആദ്യം റിസപ്ഷനിലെ ജീവനക്കാരുടെ ഫോണുകൾ അവർ കസ്റ്റഡിയെടുത്തിരുന്നു. മറ്റ് അവിടുത്തെ ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ അവർ കൃത്യമായി അത് ആശയവിനിമയം നടത്താതിരിക്കാനുള്ള എല്ലാവിധ പദ്ധതികളും തയ്യാറാക്കി ആ വഴികളെല്ലാം അടച്ചു തന്നെയാണ് ഇന്നലെ 2002 നമ്പർ മുറിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡി എടുക്കാൻ എത്തിയത്. അതല്ലേ ആ മുറിയിൽ നിന്നും കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമാണ് ഒരു വനിതാ പോലീസുണ്ട്, ഷൊർണൂർ ഡിവൈഎസ്പി ഉണ്ട്, മറ്റ് 2 പോലീസുകാരുണ്ട്. പക്ഷേ ഈ മൊത്തം 8 പോലീസുകാരാണ് ഈ കസ്റ്റഡി എടുക്കുന്നതിന് വേണ്ടി ഇന്നലെ KPM ഹോട്ടലിൽ എത്തിയിരുന്നത്. 2 വാഹനങ്ങളിൽ താഴത്ത് മറ്റു പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് 4 പോലീസ്, ഒരു വനിതാ പോലീസ് ഉൾപ്പെടെ 4 പോലീസുകാർ ഒരു ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തെത്തുന്നത്. ഷൊർണൂർ ഡിവൈഎസ്പി കൂടിയായ മുരളീധരനാണ് കേസിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു നൽകുന്നത്. ഉടൻ തന്നെ അവർ റൂമിന് അകത്ത് കയറി മറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ആണ് ആദ്യം അവർ കസ്റ്റഡി എടുത്ത് പുറത്ത് പോരുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യം തന്നെയാണ് പോലീസിന്റെ പക്കൽ നിന്നും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ശാന്തകുമാർ, ഇതിനകത്ത് നമുക്ക് കാണാം, നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ കയ്യിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു ഫയലൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അത് ഏറ്റവും കൃത്യമായി എല്ലാ പഴുതുകളും അടച്ച് കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകൾ ഉൾപ്പെടെ തയ്യാറാക്കി വളരെ കരുതിക്കൂട്ടിയുള്ള നീക്കമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്നതിലെ ഈ ദൃശ്യങ്ങളിലെ ആ ഫയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. പോലീസ് എല്ലാ പഴുതുകളും അടച്ചു തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് പുലർച്ചെ 12 കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിന് എല്ലാവിധ രഹസ്യമായ നീക്കങ്ങൾ അവർ നടത്തിയിരുന്നു. അത് ആ അന്വേഷണ സംഘത്തിന് അത് പൂർണ്ണമായും വിജയിപ്പിച്ചു തന്നെയാണ് അവസാനം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട എയർ ക്യാമ്പിൽ എത്തിക്കുന്നത് വരെയും അവർക്ക് അത് നിർവഹിക്കാനും പൂർത്തിയാക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അത് ഇന്നലെ രാത്രി, ഇന്ന് പുലർച്ചെ, ഇന്ന് രാവിലെ വരെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അത് അവർ ഈ പരാതി ലഭിച്ചത് മുതൽ തന്നെ ആ പരാതിയുടെ മുകളിൽ ഒരു നടപടിയും ആരും അറിയാതെ തന്നെയായിരുന്നു. അത് മാധ്യമങ്ങൾക്കോ ഇല്ലെങ്കിൽ പോലീസിന്റെ മറ്റ് വിഭാഗങ്ങളിൽ ആർക്കും അറിയാത്ത വിധത്തിൽ തന്നെയായിരുന്നു അത് ആ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയിരുന്നത്. അത് തന്നെയാണ് ഇന്നലെ ഒരു അറസ്റ്റിലേക്ക് എത്തുമ്പോൾ ഒരു ഹോട്ടൽ മുറിയിൽ നിന്നും പാലക്കാട്ടെ MLA പാലക്കാട്ടെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് കസ്റ്റഡി എടുക്കുമ്പോൾ ആ രഹസ്യം സൂക്ഷിച്ചു വെച്ച് തന്നെയാണ് പോലീസ് ഒരു ക്രിമിനൽ കേസ് എന്നുള്ളത് പോലെ തന്നെയുള്ള ഒരു കേസിലെ പ്രതി കൂടിയായി മാറിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ. ഹോട്ടലുമായി ബന്ധപ്പെട്ടും ഒരുപക്ഷെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് നേരത്തെ നീലപ്പെട്ടി വിവാദ സമയത്ത് നമുക്കറിയാം ഈ ഹോട്ടലിൽ രാഹുലിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും അന്വേഷണം നടക്കുകയും അന്ന് പക്ഷേ പോലീസിന് ചെറിയൊരു കൈപൊള്ളുന്ന സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ തിരിച്ചടി നേടുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോയിരുന്നു. അതേ ഹോട്ടലിൽ തന്നെയാണ് ഇപ്പോൾ കൃത്യമായ നടപടികളിലൂടെ മുന്നനുഭവം മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും കൃത്യമായ പ്ലാനിങ്ങിലൂടെ പോലീസ് നീക്കം നടത്തിയതല്ലേ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരും മറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും മാധ്യമപ്രവർത്തകരും എല്ലാവരും താമസിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടൽ തന്നെയാണ് KPM ഹോട്ടൽ. ആ ഹോട്ടലിലാണ് നീലപ്പെട്ടി വിവാദം. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ വിവാദമുണ്ടാവുകയും അത് ഏറെ ചർച്ചയും അത് വലിയ തർക്കത്തിനുമെല്ലാം ഇടവരുന്ന ആ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ അത് വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കുകയും കോൺഗ്രസ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. ആ KPM ഹോട്ടലിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിവാദ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നതും പോലീസ് കസ്റ്റഡി എടുക്കുന്നതും. അതായത് ആ ജനപ്രതിനിധി ആയതിനു ശേഷം MLA ആയതിനു ശേഷം ആ MLA പാലക്കാട് നിന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ വളരെ കരുതിക്കൂട്ടി എല്ലാ രേഖകളും തയ്യാറാക്കി എല്ലാ പഴുതുകളും അടച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് KPM ഹോട്ടലിൽ നിന്നും അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നതിന്റെ നിർണായക ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.